സാർ നിങ്ങൾ എങ്ങനെയാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മീൻസ് ആദ്യം ക്ലയൻറ്റുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണോ അതോ സൈറ്റ് വിസിറ്റ് ആണോ? സാർ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ ഫസ്റ്റ് നമ്മളെ എങ്ങനെയാണ് ക്ലയൻറ്റ് കോൺടാക്ട് ചെയ്തത്, അപ്പോൾ നമുക്ക് വരുന്ന എൻക്വയറീസ് ഒരു 80 to 90% ഓഫ് നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകളെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് തീർത്ത് അതൊരു ഹൗസ് വാമിങ്ങിലേക്ക് എത്തുമ്പോൾ അവിടെ വരുന്ന അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവരുടെ കെയർ ഓഫിലായിരിക്കും ഒരു 80% ഓഫ് വർക്കുകൾ വരുന്നത്. പിന്നെ ചിലപ്പോൾ എൻക്വയറീസ് വരാറുണ്ട്, വർക്കുകളും വരാറുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അവർ സൈറ്റ് വിസിറ്റാണ്. അതിലൊരു 50% ക്ലയൻറ്റുകൾ സൈറ്റ് വിസിറ്റിന് മുമ്പ് നമ്മുടെ എസ്റ്റിമേറ്റ് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പ്രൊജക്റ്റ് അസൈൻ ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽ പ്രൊസീജിയർ ഓഫ് വർക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവരെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സൈറ്റ് വിസിറ്റാണ്. കാരണം അവരുടെ ക്ലയൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ മനസ്സിലാക്കി അതിന് മാച്ചായ ഒരു എലിവേഷൻ, ഇപ്പോൾ കണ്ടംപററി ആണോ, ട്രഡീഷണൽ ആണോ, ട്രോപ്പിക്കൽ ഡിസൈൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ഡിസൈൻ ആ പ്ലോട്ടുമായിട്ട് അഡോപ്റ്റ് ആകുമോ. ചിലപ്പോൾ നമ്മൾ ഒരു 3D വരച്ചതിന് ശേഷം ഒരു എലിവേഷൻ കംപ്ലീറ്റായി, പ്ലാൻ കംപ്ലീറ്റായി എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പല സൈറ്റിലും ചെല്ലാറുണ്ട്. ചെല്ലുമ്പോൾ ഇപ്പോൾ ട്രോപ്പിക്കൽ ഡിസൈന് നമുക്ക് വരച്ചെല്ലാം ഓക്കെ ആയി, ക്ലയൻറ്റിന് ഇഷ്ടപ്പെടും, പക്ഷേ ഐ കോൺടാക്റ്റ് കിട്ടില്ല, വീട് ഭയങ്കര പൊക്കമായി പോകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അഡ്വാൻസ്ഡായിട്ട് മുമ്പേ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ സ്ലോപ്പ്, ചരിവ് പ്രതലം, പിന്നെ അതിൻ്റെ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് സ്ട്രെങ്ത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിരിക്കും ഫസ്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടതിന് ശേഷമായിരിക്കും ബാക്കി നമ്മൾ കാര്യങ്ങളോട്ട് പോകും.